പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തേക്ക് കടന്നിരിക്കുന്നു. 9ാം വാർഷികം, അതായത് 2ാം സർക്കാരിൻ്റെ 4ാം വാർഷികം. പിണറായി സർക്കാർ 1, 2 ചേർത്തിട്ട് 9ാം വർഷം. അതാണ് അതിൻ്റെ കണക്ക് ഞങ്ങൾ പറഞ്ഞത്. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അടുത്ത 1 വർഷം ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ഇത്തരുണത്തിൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരെ പറ്റി, ദീർഘകാലം ഭരിച്ചവരിൽ ചിലരെ പറ്റി നമ്മൾ വിലയിരുത്തേണ്ടത്. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികവ് തെളിയിച്ചത് പൊതുവെ പറഞ്ഞാൽ 4 പേരാണ്. അത് EMS, പിന്നീട് K. കരുണാകരൻ, പിന്നെ C. അച്യുതമേനോൻ, അതിന് മുമ്പായിട്ട് വരുന്ന ഗവൺമെൻറ്. അതിനുശേഷമാണ് കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നെ ഇപ്പോൾ പിണറായി വിജയൻ. ഈ നാല് മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും കേരളത്തെ മുന്നോട്ട് നയിച്ചതിൽ ഓർക്കപ്പെടുക എന്നുള്ളത് സത്യമാണ്. അതിൽ ചിലർക്ക് അനുകൂല സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പം EMS ഗവൺമെൻറ് 1, 2, അന്ന് കേന്ദ്രത്തിൽ ഭരണം കോൺഗ്രസ്. ആ ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ട രീതി, ആദ്യ ഗവൺമെൻറ്റിൻ്റെ കാര്യം, 2ാം ഗവൺമെൻറ് കാര്യം, ഇതൊക്കെ ചരിത്രം നമുക്കറിയാം. പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ, കേന്ദ്രത്തിൻ്റെ പിന്തുണ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ് ആയിരുന്നു EMS ഗവൺമെൻറ് 1, 2. പിന്നീട് EMS മാറി. അതിനുശേഷം C. അച്യുതമേനോൻ്റെ ഊഴം വന്നു. UDF-മായുള്ള കോൺഗ്രസുമായുള്ള സഖ്യ ഗവൺമെൻറ് ആയിരുന്നെങ്കിലും അച്യുതമേനോന് കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തെ, കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ഒക്കെ ആരംഭിക്കാൻ കഴിഞ്ഞു. പല സ്ഥാപനങ്ങളും അന്ന് തുടങ്ങിയത് ഇന്നും നമ്മുടെ ഏറ്റവും വലിയ ഉന്നതിയായിട്ട് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റും. അതാണ് CPI നേതാവായിരുന്ന അച്യുതമേനോൻ്റെ സംഭാവന എന്ന് പറയുന്നത്. അതിനുശേഷം K. കരുണാകരൻ. C. അച്യുതമേനോനും കേന്ദ്രം കോൺഗ്രസ് ഭരണകാലത്താണ് കേരളത്തിലെ UDF, അന്നത്തെ ഐക്യമുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ട് അച്യുതമേനോൻ ഭരിക്കുന്നത്. കരുണാകരൻ വന്നപ്പോഴും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം, കരുണാകരന് അനുകൂലമായ നിലപാട്, കേന്ദ്ര സപ്പോർട്ടൊക്കെ ഉണ്ട്. എന്നാൽ മീഡിയ ശക്തമായി വന്നപ്പോൾ മീഡിയ ആദ്യമായി ഏറ്റവും കൂടുതൽ ആക്രമിച്ച മുഖ്യമന്ത്രി ഒരുപക്ഷെ K. കരുണാകരനാണ്. പക്ഷെ കരുണാകരന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും നടപ്പാക്കാനുള്ള ഒരു വലിയ പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെ പല പുതിയ മോഡലുകൾ കൊണ്ടുവരാൻ K. കരുണാകരന് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ എതിർത്തുകൊണ്ടും, ഗ്രൂപ്പിസം നേരിട്ടുകൊണ്ടും, ഇന്റേണൽ ഫൈറ്റൊക്കെ നേരിട്ടുകൊണ്ടും, A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അങ്ങനെ അന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയം വളരെ കലുഷിതമായിരുന്നു. അതിനിടയിലും കേരളത്തിൻ്റെ തോണി തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ K. കരുണാകരന് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഇവിടെ ഓർക്കണം. അതിനുശേഷം നമുക്ക് എടുത്തു പറയാവുന്ന പേര് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന പേരാണ്. ഈ 9 വർഷത്തെ ഭരണ മികവ് ഇവിടെ വിസ്തരിച്ച് പറയേണ്ടത് ആവശ്യമില്ല. എന്തുകൊണ്ട് ഇപ്പം മാധ്യമങ്ങൾ കുറെ കൂടെ ശക്തിപ്പെട്ട്, മുഖ്യധാരാ മാധ്യമങ്ങൾ, മാപ്രകൾ, അവര് പിണറായി വിജയനെതിരെയും പിണറായി സർക്കാരിനെതിരെയും നടത്തിയ കടന്നാക്രമണങ്ങൾ, സമാനതകളില്ലാത്ത സാമദ്രോഹ പ്രവർത്തനങ്ങൾ, സാമധാന ഭേദദണ്ഡം, ചാണക്യതന്ത്രം മുഴുവൻ പ്രയോഗിച്ചു നോക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്ത പല കുത്തിത്തിരിപ്പ് വാർത്തകളും പ്രതിപക്ഷവും BJP-യും ഏറ്റെടുത്തു. അതിൽ ചില സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു, സ്ത്രീ രത്നങ്ങളെ കൊണ്ടുവന്നു പിണറായി സർക്കാരിനെതിരെ. എന്തൊക്കെയായിരുന്നു പുകയില്? ഏതെങ്കിലും തെളിഞ്ഞോ? ചില മാഡം സ്വപ്ന ഒന്ന് അറിയാമല്ലോ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയണ്ട. സ്വർണ്ണക്കടത്ത്, ചെമ്പ്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴം, ഖുർആൻ, അങ്ങനെ എന്തൊക്കെയായിരുന്നു? എന്തെങ്കിലും തെളിഞ്ഞോ? എത്ര വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ, മാപ്രകൾ കൊടുത്തത്? അത് പ്രതിപക്ഷം ഏറ്റെടുത്തത്? ഒന്നും നടന്നില്ല. അപ്പം മാഡം സ്വപ്ന, പിന്നെ മാഡം ഭാഗ്യവതി, വാളയാർ പെൺകുട്ടികളുടെ അമ്മ, പിഞ്ചു പെൺകുട്ടികളെ കൊലയ്ക്ക് കൊടുത്തതിന് ഉത്തരവാദി അവരാണെന്ന് CBI കണ്ടെത്തിയ കേസ് ഇപ്പം നടക്കുകയാണ്. ഈ മാഡം ഭാഗ്യവതിയെ വാളയാർ അമ്മയെന്ന് പറഞ്ഞിട്ട് തലയും മുട്ടയടിച്ചിട്ട് ഈ നാട് മുഴുവൻ കൊണ്ട് നടന്നവർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ചില പിണറായി വിരുദ്ധരുമൊക്കെ ഓർക്കുന്നുണ്ടോ? CPM വിരുദ്ധരും. ഇപ്പം എന്തായി കേസ്? ക്ലച്ച് പിടിച്ചില്ല. എന്തൊക്കെ പുകിലായിരുന്നു മാഡം ഭാഗ്യവതി
വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ വിശുദ്ധയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നടന്ന നാടകങ്ങൾ ഏശിയില്ല. മൂന്നാമത്തെ എന്താണ്? മാഡം മറിയ, ചട്ടി മറിയ എന്ന വിളിപ്പേര് വീണ മാഡം മറിയ. ആദ്യം കോൺഗ്രസ്സുകാർ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നു, എനിക്ക് കിട്ടിയില്ലേ, എനിക്ക് വേതനം കിട്ടുന്നില്ലല്ലേ, ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് നുണകളും പറഞ്ഞിട്ട് ചട്ടിമറിയ എന്ന് വിളിപ്പേര് വീണ മാഡം മറിയെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നു. ആദ്യം കോൺഗ്രസ്, കെ സുധാകരൻ അന്ന് KPCC പ്രസിഡന്റ് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ BJPയുടെ ഷാള് ഇട്ടിട്ട് BJPയുടെ സ്റ്റേജിൽ പോയി. കോൺഗ്രസ് വലിച്ചു. പിന്നെ BJP ചെന്നിട്ട് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയോ? എന്തെങ്കിലും കാര്യം നടന്നു? അപ്പം 3 സ്ത്രീകളെ രംഗത്തിറക്കി പോലും പിണറായി സർക്കാരിനെതിരെ പടയൊരുക്കം നയിക്കാൻ കോൺഗ്രസും BJPയും എല്ലാം കൂടെ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അത് നടക്കാത്തതിൻ്റെ കാര്യം ഇതാണ്, ഈ ഗവൺമെന്റ് ചെയ്ത പല കാര്യങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിൽ എത്തരുത്, അല്ലെങ്കിൽ ജനങ്ങളത് മറന്നു പോകണം, വിവാദങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഏറ്റവും പുതിയത് ദേശീയപാത 66 2-3 സ്ഥലങ്ങളിൽ റീച്ചുകളിൽ വിള്ളലുണ്ടായത്, തകർന്നെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതിനും പിണറായി വഴി കേൾക്കണം. അവസാനം ഇപ്പം അത് ചർച്ചയായപ്പോൾ ഇപ്പം അത് മാധ്യമങ്ങളിൽ അതിൽ നിന്ന് പിൻവലിക്കും. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ്. നിതിൻ ഗഡ്കരി അന്വേഷണത്തിന് ഉത്തരവിട്ടു, നടപടികളായി തുടങ്ങി. അവിടെ ഈ തകർന്നതിന്റെ കാരണങ്ങൾ പഠിച്ചു വരുന്നു. അവിടെ സംസ്ഥാന സർക്കാരിന് എന്ത് റോളെന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു റോളും ഇല്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ട് ദേശീയപാത വന്നു. അത് ഇടിഞ്ഞു വീണതിന് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത പിണറായി സർക്കാർ ഉത്തരം പറയണം. പണിതവനല്ല ഉത്തരം പറയേണ്ടത്, നിർമ്മിച്ച കരാറുകാരൻ അത് നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത നാഷണൽ ഹൈവേ അതോറിറ്റിയല്ല ഉത്തരം പറയേണ്ടത്. അപ്പം അതും പൊളിഞ്ഞു പോയി. അപ്പോൾ മാധ്യമങ്ങളാൽ ഇത്രയും ആക്രമിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി വേറെയില്ല. അത് ഈ മീഡിയ ഇത്രയും ശക്തമായ കാലത്ത്, ഇപ്പൊ കരുണാകരനോ അല്ലെങ്കിൽ EMS അല്ലെ ശ്രീ അച്യുതമേനോനൊക്കെ ഉള്ള കാലത്ത് മീഡിയ ഇത്രയും ശക്തമായിരുന്നില്ല. അതായത് വിവിധ മീഡിയ, അന്ന് പത്രങ്ങൾ മാത്രം, പിന്നീട് ചാനലുകൾ വന്നു, ഇപ്പോൾ ഓൺലൈൻ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ ഒക്കെ വളരെ ശക്തമാണ്. അതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് പിണറായി സർക്കാർ ഈ 9ാം വർഷം കടന്ന് 10ാം വർഷത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഏറ്റവും ആക്രമണങ്ങൾ നേരിട്ട ഒരു മുഖ്യമന്ത്രിയായിട്ട് ചരിത്രം വിലയിരുത്തുക പിണറായി വിജയനെയാണ്. ഏതൊക്കെ രീതിയിലാണ് ഒരു പിണറായി വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഈ വാർഷികത്തിൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം കർക്കശക്കാരനാണ്, മിതഭാഷിയാണ്. ഒരു കാര്യം കേട്ടാൽ ശ്രദ്ധിക്കും, എഴുതിയെടുക്കും. ഇപ്പോൾ ഈ വാർഷിക അവലോകന യോഗത്തിൽ ഓരോ ജില്ലകളിലും പോയിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഡയറി കയ്യിൽ വെച്ചിട്ട് ഓരോ കുറിപ്പുകളും അവിടെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എഴുതിയെടുക്കുന്ന നമ്മൾ എത്രയോ വീഡിയോ കണ്ടിരിക്കുന്നു. അതാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അല്ലാതെ ഉമ്മൻചാണ്ടി പോയതുപോലെ ജനസമ്പർക്കം ഒരു ആൾക്കൂട്ടമല്ല അത്. വളരെ ചിട്ടയോടെ ഓരോരുത്തരും സംസാരിക്കുന്നു, പറയാനുള്ളത് കേൾക്കുന്നു, ജീവിതത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ പറയുന്നത് കേൾക്കുന്നു, അത് എഴുതിയെടുക്കുന്നു. എഴുതിയെടുക്കുക മാത്രമല്ല, അതിനൊരു നടപടി ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ എഴുതിയെടുക്കുന്നത്. ഒരു കാര്യം നടത്താൻ പറ്റുമെങ്കിൽ നടത്താൻ പറ്റും എന്ന് പറയും, ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പുറമെ പരിക്കണമെന്ന് തോന്നിക്കുമെങ്കിലും കാഴ്ചപ്പാടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള, കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കുക, ഒരു ക്രൈസിസ് ഉണ്ടായാൽ പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, അത് പലതവണ നമ്മൾ കണ്ടതാണ്. പ്രളയം മുതൽ ഇങ്ങോട്ട്, പ്രളയവും കോവിഡും മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഒരു ക്രൈസിസ് മാനേജരായിട്ട് ഒരു മുഖ്യമന്ത്രി ഒരു പ്രൊഫഷണൽ ലൈനിൽ എങ്ങനെ അതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പിണറായി വിജയന്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതാണ് ഒരു ഭരണകർത്താവിന്റെ മികവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇത്രയും ആക്രമിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഇനിയൊരു 5 കൊല്ലം കൂടി കേരളം ഭരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം നയിച്ച സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 5 വർഷം കൂടി, അടുത്ത കൊല്ലത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, അത് സഹിക്കാൻ പറ്റാത്ത ഒട്ടേറെ ആൾക്കാർ ഇവിടെയുണ്ട്. ഒട്ടേറെ എന്ന് പറഞ്ഞാൽ ഇതേവരെ പിണറായി സർക്കാരിനെതിരെ ഈ പട നയിച്ച ആ ഒരു സംഘമുണ്ടല്ലോ, മഴവിൽ സഖ്യ സംഘങ്ങൾ, അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും കടന്നാക്രമണങ്ങൾ വീണ്ടും വരുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിലറിയാം രക്ഷയില്ല, 3ാമതും ഇടതു സർക്കാർ വരുമെന്ന്. BJPക്കും അറിയാം, അവരുടെ പല പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ തടയാൻ പറ്റുമോ എന്നുള്ളതിനാണ് പുതിയ
വ്യാജ നിർമ്മിതികൾ ഇനി ഉണ്ടാവുക. അടുത്ത ഒരു വർഷം ഇനി സംഭവിക്കാൻ പോകുന്നത്, അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ വിശാല മഴവിൽ മുന്നണിയും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇതിനെപ്പറ്റിയുള്ള ജാഗ്രത ഇവിടുത്തെ ഇടത് സർക്കാരിന്, പിണറായി സർക്കാരിന് ഉണ്ടാവണം എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് പറയാൻ.